ഹലോ ഗൈസ്, ഇന്ന് നമ്മളൊരു യാത്രയിലാണ്. ഇൻട്രോ പറയാൻ നേരത്തെ ആരോ വന്നു, അതോടെ വെച്ച് നിന്നുപോയി. നമ്മൾ പോണത് തൃപ്രയാറ് ഒരു അമ്പലത്തിലേക്കാണ്. ഇടക്കിടക്ക് വീഡിയോ എടുക്കാൻ മറന്നു പോകും. ഇപ്പം നമ്മൾ കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് എത്തി. അപ്പോൾ അവിടെ കൊടുങ്ങല്ലൂർ ഭരണി നടക്കുന്ന സമയമാണെന്ന് വിചാരിച്ചു, പക്ഷെ എല്ലാം കഴിഞ്ഞു പോയി. അപ്പോൾ അതിൻ്റെ കാവുതി കിണ്ടലിൻ്റെ കഥയും ഒക്കെ പറഞ്ഞുകൊണ്ട് പോവുകയാണ്. കൊടുങ്ങല്ലൂരിൽ നിന്ന് ഏകദേശം ഭയങ്കര ദൂരം ഇല്ല, എന്നാലും നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഏകദേശം ഒരു 70-75 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ അത് നമ്മുടെ വിഷ്ണുമായ ഭഗവതിയുടെ അമ്പലത്തിലേക്ക്. വിഷ്ണുമായ കുട്ടിച്ചാത്തൻ അമ്പലം എല്ലാവർക്കും അറിയാവുന്നതാണ്. തൃപ്രയാറ് പെരിങ്ങോട്ടുകര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മൾ ഇവിടെ ചെറുതുണ്ടായപ്പോ നേർന്ന ഇത്ര നാട് അങ്ങോട്ട് എത്താൻ പറ്റിയില്ല. ഇന്നാൾക്ക് ഒരു സമയം അങ്ങോട്ട് ഇന്ന് പോയിക്കൊണ്ടിരിക്കും. ഇവിടെ മൊത്തം റോഡ് പണി ആയതുകൊണ്ട് നേരെ ഇങ്ങനെ ഇടയ്ക്കേ നോക്കാൻ പറ്റുള്ളൂ. പിന്നെ അങ്ങനെ നോക്കിയോ വണ്ടി ഓടിക്കാനും പാടില്ല. അപ്പൊ അങ്ങോട്ടുള്ള യാത്രയിലാണ്. കൊടുങ്ങല്ലൂര് കഴിഞ്ഞു. കൊടുങ്ങല്ലൂര് കഴിഞ്ഞു. ഇവിടെ മൊത്തം പൊളിച്ചിട്ടുണ്ട്. ഇപ്പൊ സ്ഥലപ്പേരുകൾ വെച്ച് പെട്ടെന്ന് അറിയില്ല. കൊടുങ്ങല്ലൂര് കഴിഞ്ഞു. കൊടുങ്ങല്ലൂർ തന്നെയാണ്. കൊടുങ്ങല്ലൂര് തന്നെ. കൊടുങ്ങല്ലൂർ പൂർണ്ണോട്ട് കഴിഞ്ഞുള്ള ഇപ്പൊ 6 വരി ഹൈവേ തന്നെയുള്ള അതിന്റെ ഇതായതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. കുറച്ച് പതുക്കെയൊക്കെ ചെല്ലാൻ പറ്റുള്ളൂ എന്നാണ്. നമ്മുടെ ചെടുങ്ങാച്ചി മടിയിൽ കിടപ്പിട്ടോ. ഇപ്പൊ കാണിക്കാൻ പറ്റിയ അവസ്ഥയല്ലോ. കാണിക്കാൻ പറ്റില്ല. നമ്മള് പോണ വഴി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ഞങ്ങള് രാവിലെ ഇറങ്ങിയപ്പോ ഒരു 8:30 കഴിഞ്ഞു. 7:30 ഇറങ്ങാന്ന് വിചാരിച്ചതാണ്. പക്ഷെ നല്ല ഉറങ്ങിപ്പോ. വരാപ്പുഴ വരാപ്പുഴ എത്തിയപ്പോ 9:30 മണിയായി. ഇപ്പൊ ഒരു 10 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ഉണ്ട്. അപ്പോൾ കാണാം. പെരിങ്ങോട്ടുകര കളരിയുടെ ആ ഭാഗത്തേക്ക് റൈറ്റിലേക്ക് തിരിഞ്ഞു. ശ്രീരാമകൃഷ്ണ ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്ക്. ഇതാണ് തൃപ്രയാർ ജംഗ്ഷൻ. നമുക്ക് രാമന്റെ അമ്പലത്തിലേക്ക് പോകേണ്ടതുണ്ട്. കാർമാസം ആവണമല്ലോ. ഇവിടുത്തെ പിന്നെ ഓട്ടോറിക്ഷകളെ നല്ല മോഡിഫൈഡ് സെറ്റപ്പ് ഓട്ടോകൾ ആയിക്കോട്ടെ. ഓട്ടോറിക്ഷയിലുണ്ട് ഐ ആം വെയിറ്റിംഗ് ബ്ലഡി സ്വീറ്റ് ദൈവദൂതൻ വന്ദരിക്കടം സൂപ്പർ. എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. നല്ല രസമാണ്. വിജയ് ഫാനാ. എന്റെ വഴികാട്ടി നമ്മുടെ ദളപതി ഫാനാ. ഡ്രൈവിംഗ് ആസ്വദിക്കാം, പക്ഷെ ആഘോഷിക്കരുത്. അതെ, രാമന്റെ അമ്പലം ആവാറായി. ഇവിടെ ഉത്സവമാണോ അറിയില്ല. നല്ലോണം ഒരുക്കിയിട്ടുണ്ടല്ലോ. ഈ ബ്ലഡി സ്വീറ്റ് വണ്ടി പോയി കാണായിരുന്നു. തൃപ്രയാർ ശ്രീരാം തൃപ്രയാർ അമ്പലത്തിൽ വന്നിട്ട് എത്ര വർഷമായില്ലേ. ഫുഡ് ഉണ്ടാവുമല്ലോ ഇപ്പൊ ഇന്ന്. വെറുതെ അവിടെ കയറി കഴിച്ചു. നമ്മളിപ്പോ പെരിങ്ങോട്ടുകരയിലേക്ക് കേറുന്നു. ഇത് കാനാടിക്കാവുന്ന സെപ്പറേറ്റ് ഒരു ഈ നമ്പൂരി അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ആളുകളൊക്കെ തൊഴുത് പോകുന്നുണ്ട്. എന്നാലും വിശേഷ ദിവസമാണോന്നും അറിയില്ല കേട്ടോ. നമ്മുടെ കുഞ്ഞിപ്പെണ്ണത് കുളിർന്ന് കിടപ്പുണ്ട് കേട്ടോ. തണുപ്പല്ലേ. നല്ല തിരക്കാണ്. കൊറേ ചേച്ചിമാരൊക്കെ ബസ് സ്റ്റോപ്പിൽ ബസ് റോഡ് ഇതുവരെ ശരിയാക്കിയിട്ടില്ലേ. നമ്മള് എന്നാ വന്നത്? കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. കല്യാണത്തിന് മുന്നേ ഒരു തവണ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പഴാണ് വന്നെ. റോഡ് ഭയങ്കര മോശാട്ടോ. പൈപ്പ് ലൈൻ കുത്തിയിട്ടാണെങ്കിൽ എല്ലായിടത്തും ഇപ്പൊ തന്നെയാണല്ലോ. ഗ്യാസ് പൈപ്പ് ലൈനാ അല്ലെങ്കിൽ പഞ്ചായത്ത് വെള്ളമോ എന്തെങ്കിലും ഉണ്ടാവോ. അവിടെ ഒരു അമ്പലത്തിന്റെ പേര് എഴുതി വെച്ചാൽ വൈറ്റിലാശ്ശേരി. ഇതാണ് കാനാടിക്കാവ് പുതിയ അമ്പലം. നല്ല കുലുക്കാണ്. അതെ, ഈ റോഡ് മോശമാണ്. പിന്നെ അടിയിൽ വേറെ ആളെ പിടിച്ചേക്കാണ്. എല്ലാം കൂടെ ആകുമ്പോ ഷെയ്ക്കൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഇങ്ങനെ തന്നെ കാണേണ്ടി വരും. സൂം ചെയ്യാൻ നിവൃത്തിയില്ല. ഒരു കയ്യില് കുഞ്ഞുമണി കിടക്കുവാണ്. ഇവിടെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പുതിയത് പണിയായിരിക്കും. എന്താ രസം നോക്ക്. ഗോൾഡൻ കളറില് വിഷ്ണുമായന്റെ ഇതുണ്ട്. എന്താ പ്രതിമ അവിടെ കാണാം. പിന്നെ കണ്ടോ കുട്ടി കുട്ടി കുറെ ശിവപാർവതി ഉണ്ട്, ശ്രീമുരുകനുണ്ട്, അയ്യപ്പണ്ട്. ഇത് ഇവിടെ പോണ്ടേ? ഇവിടെ പോണ്ടേ?
ഇവിടെ ഇതുവരെ നമ്മൾ പോയില്ലല്ലോ. ഇതാണ് പെരിങ്ങോട്ടുകര ഗസ്റ്റ് ഹൗസ്. ഗസ്റ്റ് ഹൗസിന്റെ പുതിയ അമ്പലമാണ്. ഇവിടെ ഈ സിനിമാക്കാരൊക്കെ ഇപ്പൊ ഒന്ന് സിനിമാക്കാര് യൂട്യൂബേഴ്സ് ഒക്കെ നടക്കരുടെ നന്ദി സന്നിധി, നന്ദിയല്ല സന്നിധി. ഞാൻ വായിച്ചിട്ട് പോയതാ. ഇവിടെ പെരിങ്ങോട്ടുകര ദേവസ്വം ശ്രീ വിഷ്ണുമായ ക്ഷേത്രം. എടുക്കലത്തില് പണിയാ. ഇപ്പുറത്തും ഉണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും കൂടി. നല്ല ഭംഗിയാണ് ഇവിടത്തെ ഈ കൊത്തുപണികളും ഇവിടെ കണ്ടില്ലേ കാണാനായിട്ട്. നന്ദി. ഇതാണ് ആ പുതിയ അമ്പലം. അതിന്റെ ഗേറ്റ് ആണ് ഈ കാണുന്നത്. നല്ല തിരക്കാട്ടോ, കൊറേ ചിരിപ്പടപ്പുണ്ട്. അമ്പോ എന്ത് രസാ. ദാമോദര ദേവസ്ഥാനം ഗസ്റ്റ് ഹൗസ്. ഇവിടെ മൊത്തം അവരുടെ തന്നെയാണ് കേട്ടോ അല്ലെ, അവരുടെ കുടുംബക്കാര് എല്ലാവരും ആണ് ഇവിടെ ഒക്കെ താമസിക്കുന്നത്. വീടുകളൊക്കെ കാണാൻ നല്ല കൊട്ടാരം പോലുള്ള വീടുകളൊക്കെയാണ്. മൂലസ്ഥാനം അവിടെ നമ്മളിപ്പോ മൂലസ്ഥാനത്തേക്കാണ് പോണത്. കിടുങ്ങിപ്പെണ്ണ് ഇവിടെ ഇരിപ്പുണ്ട്. അവിടെ എത്തിയിട്ട് ഉടുപ്പിടിക്കണുള്ളൂ. പിന്നെ ഇവിടെ അമ്പലത്തിൽ കയറ്റാൻ പറ്റില്ല, അപ്പൊ ഞാൻ വെളിയിൽ ഇരിക്കുള്ളൂ. പിന്നെ അവിടെ കാർ പാർക്കിങ്ങിനൊക്കെ നല്ല ഏരിയ ഉണ്ട്. ഇതന്നെ പെരിങ്ങോട്ടുകാരുടെ ഹോട്ടലും മൾട്ടി കുസൈൻ റെസ്റ്റോറൻറ്റും പിന്നെ പാലസ് പോലത്തെ ഉള്ള ബാറൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ എൻട്രൻസ്. ഇവിടെ പ്രധാന വഴിപാട് കോഴിയല്ലേ, കോഴിയാണ്. ഇവിടെയൊക്കെ കോഴികൾ വിൽക്കാനുണ്ടാകും. ഒരു കട ഇങ്ങനെ എൻട്രൻസ് നല്ല ഇറക്കാം. നല്ല വിശേഷം ഉണ്ടോന്ന് അറിയില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട്. ഇവിടെയാണ് പാർക്കിംഗ് ഏരിയ വരുന്നത്. ഇവിടെ മാത്രമുള്ളൂ പാർക്കിംഗ്? പാർക്കിംഗ് ഫീ ഉണ്ടോ? അതായത് സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയും എല്ലായിടത്തും ആളുകൾ വരുന്നുണ്ടല്ലേ. കൂടുതലും സൗത്ത് ഇന്ത്യൻസ്. നമുക്ക് കുറെ ആന്ധ്രക്കാരും തെലങ്കാന സ്റ്റേറ്റിലൊക്കെ ആളുകളൊക്കെ വരാറുണ്ട്. അതിലൂടെ ഇനി ഇവിടെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് ഫോട്ടോ സെക്ഷനാണ്. അത് പോസ്റ്റ് ചെയ്തിങ്ങനെ ഇങ്ങനെ അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട്. അവളെ തിരിക്കാൻ നോക്കിയിട്ട് അവളാണെങ്കിൽ തിരിയണമില്ല. നമ്മളിവിടെ എത്തിയാണ്. ഇതിൻ്റെ അപ്പുറമൊക്കെ വേറെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. മീനൊക്കെ വെട്ടുണ്ട്. മൊത്തം വേറെ സ്ഥലങ്ങൾ തന്നെയാണ്. പക്ഷെ അപ്പുറം ഇപ്പുറം ഉള്ള വേറെ ചെറിയ അവരുടെ ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുടെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ ഈ സൈഡിൽ കൂടിയുള്ള വാക്ക് വേ കൂടിയാണ് നടക്കണേ. ഉണ്ട്, നീയായിട്ട് വരുമ്പോൾ ഉണ്ട്. ഇതിൻ്റെ അമ്പലത്തിൻ്റെ എൻട്രൻസ് കണ്ടാ, ഇത് തന്നെ ഒരു കൊട്ടാരം കണക്കായിരിക്കണേ. അങ്ങോട്ട് കയറുമ്പോൾ തന്നെയുള്ള എൻട്രൻസ് മാത്രമാണ് ഇത്. എന്താ അല്ലേ, നമുക്ക് ഫോണകത്തേക്ക് കയറ്റാൻ പറ്റില്ല. അതുകൊണ്ട് ഫോൺ പുറത്തുനിന്ന് 2 ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് ഇതേ തിരിച്ച് പാർക്കിങ്ങിലേക്ക് പോന്നു. ഭക്ഷണമൊക്കെ ഉണ്ടായി, നിന്നില്ല ഇവിടെ കൊണ്ട് നിൽക്കാൻ പറ്റില്ല. ഇതിവിടെ നല്ല ഭംഗിയുള്ള വെള്ളം. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് യാത്ര കൊണ്ട് തൊടു തൊടു ഇവിടെ നോക്കി കണ്ടാ ഞങ്ങളെ കൊച്ചു ഭയങ്കര ഫോട്ടോക്കാരിയാണ്. ഇപ്പൊ നോക്കും. പിന്നെ ഇപ്പൊ എന്താ നോക്കാത്ത വണ്ടിക്കകത്ത് കയറി കൊണ്ടാന്ന് തോന്നുന്നു. അയ്യോ, ഉള്ള മുമ്പിൽ വെച്ച് ഫോൺ നോക്കാനേ പറ്റില്ല. എനിക്ക് നടക്കുക. ഇപ്പൊ ഞങ്ങളിവിടെ തിരിക്കുകയാണ്. ഇനി എങ്ങടാന്ന് അറിയാൻ പാടില്ല. വണ്ടി വെള്ളത്തോട്ട് പോകും. നല്ല മഴക്കാറുണ്ട്. മഴ പെയ്യാൻ പ്രാർത്ഥിക്കുന്നു. മഴ പെയ്യുമ്പോ വണ്ടിക്കകത്തിരുന്ന് വല്ലാത്തൊരു വൈബാണ്. തൊടി ടാറ്റ പറ. നമ്മളവിടെ അമ്പലത്തിൽ തൊഴുതിട്ട് തൃശ്ശൂർ റൂട്ടിലേക്കാണ് പോകണം. അപ്പോൾ ചേർപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടിയാണ് പോകണം. അപ്പോൾ അവിടെ നല്ലൊരു പാടശേഖരവും സൈഡിലൊരു കള്ള് ഷാപ്പൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു പാടമുണ്ട്. പുള്ള് റൂട്ടിൽ നിന്ന് നേരെ ആണ് പോകണം ചേർപ്പ് എന്ന് പറഞ്ഞാൽ. അവിടെ നേരെ ഡയറക്റ്റ് ചെന്ന് നമ്മൾ ശക്തൻ സ്റ്റാൻഡിൻ്റെ ഒക്കെ ഭാഗത്ത് നിന്ന് കയറും. വരുന്ന ഏകദേശം ഒരു 10 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ ഈ വഴി കാണാൻ മറ്റേടത്ത് അപ്പുറത്തെ വന്ന വഴി പൊളിച്ചിട്ടേണോണ്ട് പിന്നെ ഈ വഴി പോകാമെന്ന് വിചാരിച്ചു. പിന്നെ വേഗം വീട്ടിലിട്ട് പോകണ്ടെന്ന് പറഞ്ഞത് പതുക്കെ തമ്പക്കടിച്ച് ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ട് പതുക്കെയാണ് യാത്ര. പിന്നെ അവിടെ നിന്ന് തുടങ്ങിയത് തന്നെ.
പിന്നെ അത്യാവശ്യം ക്ലൈമറ്റ് മഴക്കാറുള്ളതുകൊണ്ട് ഭയങ്കര ചൂടുമില്ല. നമ്മുടെ പഴയ ഒരു കാറുകൊണ്ട് അത്രയ്ക്ക് വലിയ തണുപ്പൊന്നുമില്ല. എന്നാലും നമുക്ക് നമ്മുടെ ഇതിന് തട്ടിമുട്ടിയും പോവാം. ഏകദേശം തൃശ്ശൂരിലേക്ക് എടുത്ത്. അപ്പോൾ അവിടുത്തെ ഒരു പള്ളിയാണ്, അതിൻ്റെ ഭംഗി കണ്ടപ്പോൾ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച്. നല്ല വലിയ പള്ളിയും സൈഡിൽ പനയൊക്കെ ആയിട്ട് നല്ല ഭംഗിയല്ലേ. ഇപ്പം തന്നെ തൃശ്ശൂർ ജംഗ്ഷനിലേക്ക് നമ്മളാവും. അബദ്ധം പറ്റി ഇങ്ങോട്ട് കേറിയതാണ്. ഫ്രണ്ടിലൊരു ഓട്ടം തൃശ്ശൂര് മെയിൻ ഫോട്ടോ എടുക്കുന്ന സ്ഥലമാണത്. വരണ്ട് കുത്തി കിടക്കുക. തൃശ്ശൂരേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് വട്ടത്തിൽ നമ്മളെ കറക്കാണ്ട് തൃശ്ശൂർ നമ്മളെ വിടൂലെന്ന് പറഞ്ഞാൽ ശരിയാ. ജസ്റ്റ് നമ്മൾ ഇരിങ്ങാലക്കോട് റൂട്ടിലോട്ട് കയറാന്ന് പറഞ്ഞു. പക്ഷെ ഒത്തിരി വഴുതേറ്റ് തൃശ്ശൂരേക്ക് തന്നെ കയറി. പിന്നെ എന്താ പറയുക, അവിടെ വട്ടത്തിൽ കിടന്ന് അങ്ങോട്ട് കറങ്ങുക. അല്ലാണ്ട് ഇപ്പം എന്താ, കുറേ അങ്ങോട്ട് കിടന്ന് കറങ്ങി. വടക്കുന്നാഥൻ പിന്നെ കാണാണ്ട് പോകാൻ പറ്റൂല. അതൊന്ന് പുറമേ നിന്ന് കണ്ടു. ഭയങ്കര വെയിലാട്ടാ. പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം. ചിരിച്ച് ചിച്ചി ചിച്ചി. ചാലക്കുടിയിലുള്ള പാരഡൈസ് ഹോട്ടലിൽ വന്നേക്കുക. ഞാനൊരു ഷവർമ്മ പ്ലേറ്റ് പറഞ്ഞു. ആള് പൊറോട്ടയും BDF. ഇനി പൊറോട്ട കഴിക്കില്ലെന്ന് പറഞ്ഞിട്ട് വേറെ ഫ്രൈഡ് റൈസ് ഉണ്ട്, അൽഫാം ഉണ്ട്, ബിരിയാണി ഉണ്ട്, നൂഡിൽസ് ഉണ്ട്. ഞങ്ങൾ ഫുഡ് വരുമ്പോൾ കാണിച്ചു തരാം. കൊച്ചിനെ ഞങ്ങള് ഒരു സ്ഥലത്ത് എത്തിച്ചേക്കാം. കാണിച്ചു കുറച്ചു നേരമൊക്കെ ആള് കിടന്നു. അതിൻ്റെ ക്ഷമ നഷ്ടപ്പെട്ടു. ഇനി അടുത്ത് ഇങ്ങനെ കുലുക്ക് അവള് കഴിച്ചുകൊണ്ടിരിക്കുക. എന്നെ ഇവിടുന്ന് കുറച്ച് കഴിയുമ്പോൾ എണീപ്പിക്കും സാധനം. കുരുപ്പ ഫുഡ് വന്നു. അതൊക്കെ പറഞ്ഞതാ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ ചെറിയൊരു വീഡിയോ. ഇനി തിന്നണ കാണിച്ച് ഞങ്ങളെ കൊതിപ്പിക്കണില്ല. അപ്പം ടാറ്റ, ബൈ ബൈ.